അലീന ചേച്ചി ഇവിടുന്ന് പോയാ ഇവിടുത്തെ പ്രശ്നം തീരുമോ? ഇവിടുത്തെ പ്രശ്നം തീരണമെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് തീരണം. ഈ രണ്ടിടത്തായിട്ടുള്ള ജീവിതം നിർത്തണം. ഒരാൾ മുകളിലത്തെ നിലയിലും ഒരാൾ താഴത്തും. അച്ഛൻ ഇങ്ങനെ അല്ലായിരുന്നു പണ്ട്. നേരത്തെ അമ്മ എന്ത് പൊട്ടത്തരം കാണിച്ചാലും മോശമായിട്ട് പെരുമാറിയാലും പ്രതികരിക്കാതെ അമ്മ പറയുന്നത് അനുസരിച്ചിരിക്കും. ശരിക്കും അലീന ചേച്ചി വന്നതിന് ശേഷം അച്ഛൻ മാറിയെന്ന് അമ്മ പറയുന്നത് ശരിയാ. അപ്പോഴാ അച്ഛൻ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എല്ലാം വിട്ടുകൊടുക്കുമായിരുന്നു. എന്തിന്? ഞങ്ങളുടെ കാര്യത്തിൽ പോലും അങ്ങനെയായിരുന്നു അച്ഛൻ. ശരിയാ, മോള് പറഞ്ഞതെല്ലാം കറക്റ്റാ. അലീന വരുന്നതുവരെ അച്ഛൻ അങ്ങനെ ആയിരുന്നു. ഒരു മനുഷ്യൻ അവന്റെ അടിസ്ഥാന സ്വഭാവം മാറ്റി അവൻ മറ്റൊരാളിലേക്ക് മാറുന്നപ്പോഴാണെന്നറിയോ? അവന്റെ ജീവിതത്തിൽ ആ മാറ്റം അനിവാര്യമാണെന്നും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മോമെന്റ് ഉണ്ടാവുമ്പോഴാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ എനിക്ക് എന്റെ ധാരണകളും ശീലങ്ങളും ഒക്കെ മാറ്റേണ്ടി വന്നു. ചിലപ്പോ എന്റെ ഉള്ളിൽ ഈ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. പുറത്തു വരേണ്ട സമയത്ത് വന്നു. അലീനെ പഠിപ്പിച്ചതിൽ അടുക്കള പണിയെന്നും ബാക്കിയുള്ള പണിയെന്നും മാത്രമല്ലേ നിങ്ങളെ മാറ്റി നിർത്തിയുള്ളൂ? നിങ്ങൾ നിങ്ങളേതായിട്ടുള്ളൊരു സ്പേസിൽ അതെല്ലാം ചെയ്യ. അവിടെ ആരും ഒന്ന് തടയുമെന്ന് നമുക്ക് നോക്കാലോ. രോഹിയും കൃഷ്ണ എവിടെ? പണിയിൽ നിന്ന് പിരിച്ചിട്ടോണ്ട് എല്ലാരും വിഷമിച്ച് അവരോരോ റൂമിൽ പോയി കുത്തിയിരിക്കുക. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും കൂടെ ഒരു ഔട്ടിങ്ങിന് പോയാലോ? ശരിക്കും? പോവാന്നേ. എല്ലാവരുടെ സങ്കടവും നമുക്കങ്ങ് മാറ്റിയിരിക്കാം. പോയി റെഡിയായിട്ട് വാ. അവരോടും റെഡിയാവും പറ. ഇപ്പൊ തന്നെ പറയാവേ, അച്ഛൻ പറ്റിക്കത്തില്ലല്ലോ. ഇല്ലടി. അമ്മ പറ്റത്തില്ല എന്ന് പറഞ്ഞാലോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഭവി, അലീനയുടെ വൈജ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവളത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അവളുടെ നല്ല പ്രവൃത്തി കൊണ്ടാണ് മറുപടി കൊടുത്തിരുന്നു. നിങ്ങളും അതുപോലെ ഒന്നും ചെയ്തു നോക്ക്. ചിലപ്പോ ഫലം കണ്ടാലോ? ആലോചിച്ച് നോക്കട്ടെ. എന്നാ പോയി റെഡിയായിട്ട് വാ.